നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്താൻ തയ്യാറാവണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്റെ മകൻ എഞ്ചിനീയറിംഗിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ചപ്പൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും. കാരണം എന്താ? അവരൊക്കെ ദീൻ പഠിക്കാൻ വന്നു. നമ്മുടെ മക്കളോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല പറയാണ്, 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് കൃത്യമായി ചൊല്ലാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എത്ര വയസ്സുള്ളപ്പോ? ഇങ്ങോട്ട് എത്ര വയസ്സുള്ളപ്പോ? 6 വയസ്സുള്ളപ്പോ. ആര് പഠിപ്പിച്ചു കൊടുത്തു? പള്ളിക്കലെ മൂല്യാരല്ല എന്റെ വാപ്പ, പള്ളിക്കലെ മുക്രിയല്ല, എന്റെ വാപ്പ 6 വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഇത് നീ മുടങ്ങാതെ എപ്പോഴും ഈ ദിക്ർ ചൊല്ലണേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ആ ദിക്ർ ഞാൻ 8 വയസ്സ് വരെ 2 വർഷത്തോളം ആ ദിക്ർ ഞാൻ തുടർച്ചയായി ചൊല്ലി. വജഅല ഫീ ഖൽബി നൂറാ, അപ്പൊ എന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. പിന്നെയും 2 വർഷം കൂടി ആ ദിക്ർ ഞാൻ ചൊല്ലി. അപ്പൊ എന്റെ ആത്മാവിന് പ്രകാശം ഉണ്ടാവാൻ തുടങ്ങി. 10 വയസ്സായപ്പോ ആ പൊന്നുമോന്റെ ഹൃദയവും റൂഹും പ്രകാശിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെയാണ് അവനൊരു ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക? അങ്ങനെ പ്രകാശിച്ച ഒരു പെണ്ണെങ്ങനെയാണ് വേറൊരുത്തരുടെ കൈ പിടിച്ചിട്ട് ഇറങ്ങി പോവുക? എങ്ങനെയാണ് അവൾക്ക് ആ പാഠം മറക്കാൻ കഴിയുക? അവളുടെ ഹൃദയത്തിൽ നൂറായല്ലോ. ഹൃദയത്തിൽ നൂറില്ലാത്തത് കൊണ്ടാണ് മദീനയിൽ താമസിച്ചിട്ട് മുനാഫിക്കീങ്ങളെ നരകത്തിൽ പോയത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗശാവാ, അവരുടെ കണ്ണിന്റെ മുകളിലും അവരുടെ ഹൃദയത്തിൽ ഞാൻ സീൽ ചെയ്ത് കളഞ്ഞു. 10-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ ഹൃദയത്തിലും പ്രകാശമായി, ആത്മാവിലും പ്രകാശമായി. ഏതാ ദിക്ർ? ആ ദിക്റാണ്. പഠിക്കാൻ കുറെ പാഠമുണ്ട്. ഈ പാഠം പഠിക്കാത്തതാണ് നമ്മുടെ ജീവിതം പുഴുത്തുപോയത്. ആ ദിക്റാണ് എന്റെ വാപ്പ എനിക്ക് 6-ാമത്തെ വയസ്സിൽ പഠിപ്പിച്ചു തന്ന ദിക്റാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. മോനെ അബ്ദുല്ലാഹ്, അല്ലാഹു ഹാദിരി, അല്ലാഹ് നമ്മുടെ മുമ്പിൽ ഹാദിറാണ് മോനെ. അല്ലാഹു നാദിരി, അല്ലാഹ് നമ്മെ കാണുന്നുണ്ട് മോനെ. അല്ലാഹു ഷാഹിദി, നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹ് അതിനെ സാക്ഷിയാണ് മോനെ. അല്ലാഹു മടി, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് മോനെ അബ്ദുല്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് കിട്ടപ്പെടാത്തതൊന്നും ചെയ്യരുതേ കൺമണിയെ എന്നെന്റെ വാപ്പ 6-ാമത്തെ വയസ്സിൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. നമ്മളിത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. കാരണം ഇത് അവനവൻ തന്നെ പറഞ്ഞാൽ കാഫിറാകും എന്നുള്ള വാദത്തിലാണ് നമ്മൾ. ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല. കാരണം ഇത് പള്ളിക്കലെ മൂല്യാർക്ക് കാശുണ്ടാക്കാനുള്ള ഉപാധിയാണെന്ന് നമ്മൾ പറഞ്ഞു പരത്തിയപ്പോ ഞാൻ പറയാണ്, പള്ളിക്കലെ മൂല്യാർക്ക് കാശ് ഒത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട. ഇത് പള്ളിക്കലെ മൂല്യാരുടെ നെയ്ച്ചോറിന്റെ മാർഗമല്ല. പള്ളിക്കലെ മൂല്യാരെ ഒത്തിട്ട് ആരും ബേജാറാവണ്ട. കാരണം കോടിക്കണക്കിന് രൂപ വിറ്റ് വരുമാനമുള്ള കോടീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുനിയാവില് ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത പള്ളിയുടെ മുഖ്യദേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രം കേരളത്തിൽ കേട്ടിട്ടില്ല. ഉണ്ടോ? ഞങ്ങൾ പറയും കേരളത്തിൽ വാർത്ത, ഞങ്ങൾ പറയും